ഇന്ന് നമ്മൾ റവയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റവയൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈരും വെള്ളവും ചേർക്കുന്നത്. തൈരില്ലാത്തവർക്ക് വെറും വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്താലും മതി. തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റവ ഞാനിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ നല്ല കുറച്ച് വെള്ളം പോലെ ആയിരുന്നു. ഇതിപ്പോൾ നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. റവയും നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇഞ്ചി ഞാനിപ്പോൾ ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കുമ്പോൾ നല്ലതുപോലെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ആയിരിക്കണം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ലൂസായിട്ടല്ല ഉള്ളത്, പക്ഷേ ഒരുപാട് കട്ടിയായി പോരുത്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിരിക്കണം മാവ്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇതേപോലെ മാവ് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഈ കൂട്ടിലേക്ക് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു സൈഡായി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. റവ അധികം ചേർത്ത കാരണം തന്നെ ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്